ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം ഇന്നരുൾ ചെയ്യുന്ന വചനം ഇതാണ്: ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. യെസ്, നമുക്ക് നമ്മുടെ വാക്കുകളെ ഒന്ന് ശ്രദ്ധിക്കാം. സ്നേഹമുള്ളവരെ, ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത ഇതാണ്. കാലങ്ങൾക്ക് മുമ്പ് തോമസ് ആൽവ എഡിസൺ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. നാം ഇന്ന് ഇരുട്ടത്താകാതെ നമുക്ക് വെളിച്ചം പകരാനായി ബൾബ് കണ്ടുപിടിച്ച ഒരു സയൻറ്റിസ്റ്റാണ് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളിലുണ്ടായ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം കുട്ടിയായിരുന്ന കാലത്ത് സ്കൂളിൽ പോയപ്പോൾ ചില കുട്ടികൾ കുസൃതികളാണല്ലോ, നമുക്കറിയാം. അപ്പം ഈ തോമസ് ആൽവ എഡിസൺ നല്ലൊരു കുസൃതിയായിരുന്നു. ടീച്ചേഴ്സ് അവനെ കൊണ്ട് പൊറുതി മുട്ടി. അങ്ങനെ അവസാനം ടീച്ചർ ഒരു ലെറ്റർ എഴുതി അവൻ്റെ കയ്യിൽ തന്നെ അവൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തു വിടുകയാണ്. സ്നേഹമുള്ളവരെ, ഈ കുഞ്ഞ് ഈ ലെറ്ററും പിടിച്ച് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു. അമ്മ ഇത് വായിക്കുന്ന സമയത്ത് അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഈ കുഞ്ഞിരിക്കുകയാണ്. ഈ ലെറ്റർ വായിച്ച അമ്മ ഞെട്ടിപ്പോയി. അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത്: നിങ്ങളുടെ മകനെ ഇനി ഈ സ്കൂളിലേക്ക് വിടരുത്, ഞങ്ങൾക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതായിരുന്നു ആ എഴുത്തിൻ്റെ രത്നച്ചുരുക്കം. എന്നാൽ ബുദ്ധിമതിയായ അമ്മ ഒരു നിമിഷം ചിന്തിച്ചു, ഈ വിഷയം എൻ്റെ മകനോട് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞാൽ അവൻ ഒരു പക്ഷേ തകർന്നു പോയേക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ആ അമ്മ ഇങ്ങനെ സംസാരിച്ചു: മകനെ, നീ നല്ല മിടുക്കനാണ്, നീ പഠിക്കാൻ നല്ല മിടുക്കനാണ്. അവിടുത്തെ ടീച്ചേഴ്സ് പോരെ നിന്നെ പഠിപ്പിക്കാൻ. മോനെ, വീട്ടിലിരുന്ന് സ്വന്തം നിൻ്റെ ബുദ്ധി ഉപയോഗിക്കുക. ആ മകനോട് അമ്മ അങ്ങനെ പറഞ്ഞു. ആ മകൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ അന്ന് തന്നെ അവൻ്റെ വീട്ടിൽ ഒരു പ്രയോഗശാല തുടങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം 20 വർഷം കൊണ്ടാണ് പല പല തീപിടുത്തങ്ങളും വീഴ്ചകളും താഴ്ചകളും ഒക്കെ അവൻ്റെ ജീവിതത്തിലുണ്ടായി. അന്നേരമൊന്നും അദ്ദേഹം പിന്മാറിയില്ല. അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു: ഇരുട്ടിൽ വെളിച്ചം പകരുക. 20 വർഷക്കാലത്തെ തൻ്റെ പ്രയത്നമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൾബ്. അതാണ് വാക്കുകളുടെ ശക്തി. അപ്പോൾ നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ വളർത്താനും തളർത്താനും ഒക്കെ സാധിക്കും. നമ്മുടെ വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കുക.